കഴിഞ്ഞ നാളിൽ ഞാനൊരു വിവാഹ ഒരുക്ക ക്ലാസ് അപ്പൊ കിട്ടിയ സമയത്ത് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ കല്യാണം കഴിക്കുന്നേ? അപ്പോൾ ഒരുത്തിന് എഴുന്നേറ്റ് നിന്നിട്ട്, പലരും പല അഭിപ്രായങ്ങൾ. ഒരുത്തിന് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അച്ഛാ അപ്പം പറഞ്ഞു നിനക്ക് കല്യാണപ്രായമായി, അപ്പം പറഞ്ഞു കല്യാണപ്രായമായി. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കല്യാണം കഴിച്ചു, എന്നാ പിന്നെ ഞാനും കല്യാണം കഴിച്ചേക്കാം. വേറൊരുത്തിന് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞത്, അച്ഛാ വീട്ടിൽ അമ്മയ്ക്ക് വയ്യ, അപ്പൊ ആരെങ്കിലുമൊക്കെ കൂട്ടിന് വേണ്ടേന്ന് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പറയുന്നുണ്ട്. ഇനിയിപ്പോ ഈ പാത്രം കഴുകാനും തുണി കഴുകാനൊക്കെ ആരാ? വീടൊക്കെ അടിച്ച് തുടയ്ക്കണ്ടേ? അമ്മേനെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല, എന്നാ പിന്നെ കല്യാണം കഴിച്ചേക്കാം. ഇതിനാണോ കല്യാണം കഴിക്കുന്നേ? ആണോ? അല്ല. വിവാഹ ജീവിതം എന്തിന് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരം തിരുസഭ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ വേണ്ടത്ര ഒരുക്കം, വേണ്ടത്ര ഈ വിഷയത്തെക്കുറിച്ച് ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് പ്രശ്നം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, വിവാഹം എന്നുള്ളത് ദൈവവിളിയാണെന്ന് പറഞ്ഞു. അച്ഛനാവുന്നതും കന്യാസ്ത്രീ ആവുന്നതും പോലെ തന്നെ അതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ദൈവവിളി. ഒരു വൈദികനാകണമെങ്കിൽ എത്ര നാൾ പരിശീലിക്കണം? 12 വർഷം പഠിക്കണം. ഒരു കന്യാസ്ത്രീ ആവണമെങ്കിൽ എത്ര വർഷം പഠിക്കണം? ഒരു 6 വർഷമെങ്കിലും മിനിമം പഠിക്കണം, അല്ലേ? ഒരു വിവാഹ ജീവിതം, ഒരു ഭർത്താവ് ആകണമെങ്കിൽ എത്ര നാൾ പഠിക്കണം? ഒരു ഭാര്യ ആവണമെങ്കിൽ എത്ര നാൾ ഒരുക്കമുണ്ട്? എവിടെ? 3 ദിവസത്തെ കഷ്ടിച്ചുള്ള ഒരു കോഴ്സ് ഉണ്ട്. ഇതിനപ്പുറം വേറെ എന്നതാ ഉള്ളേ? ഇത് ദൈവവിളിയാണെങ്കിൽ ഇതിനുള്ള വേണ്ടത്ര ഒരുക്കമില്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും.